إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، റബീഉൽ അവ്വൽ മാസമായ അഥവാ ഈ മാസത്തിൽ ആളുകൾക്കിടയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു ബിദ്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന പേരിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു ആചാരം. അവരുടെ വാദം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളതാണ് അവർ പറയുന്ന വാദം. എന്നാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത, സഹാബാക്കളോ താബിഅകളോ പഠിപ്പിച്ചു തരാത്ത ഒരു ബിദ്അത്താണെന്ന് നാം പറയുമ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തവരാണ്, ഹുബ്ബില്ലാത്തവരാണ്, അള്ളാഹുവിന്റെ റസൂലിനോട് മഹബ്ബത്ത് കാണിക്കാത്തവരാണ് എന്നൊക്കെ പറയുന്ന ആളുകളാണ്. ഈ ഒരവസരത്തിൽ എങ്ങനെയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വിശ്വാസി മഹബ്ബത്ത് കാണിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പൊതുവെ അത് നബിദിനം എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബിദ്അത്താണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർ പോലും യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബിൽ മഹബ്ബത്ത് കാണിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവരാണ്. നമുക്കറിയാം, രണ്ട് ഷഹാദത്ത് കലിമ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ടാമത്തേത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ രണ്ട് ഷഹാദത്ത് കലിമകളും ശരിയാവണമെങ്കിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ വെറുതെ നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ, മറിച്ച് ഓരോ ആളുടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവണമെങ്കിൽ അത് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളോട് കൂടി തന്നെ മനസ്സിലാക്കിയാലേ ഒരു മനുഷ്യന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുകയുള്ളൂ. അതേപോലെ തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളതിനും സലഫുകളൊക്കെ ആ മുഹമ്മദുർ റസൂലുള്ളാഹ് ശരിയാവണമെങ്കിൽ അതിനും ചില ശുറൂത്തുകളൊക്കെ, നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ട്. ആ നിബന്ധനകളിൽ അതിൽപ്പെട്ട അഥവാ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഒരാൾ ഷഹാദത്ത് എടുക്കുമ്പോ അത് ശരിയാവണമെങ്കിൽ അതിൽപ്പെട്ട നിബന്ധനകളിൽ ഒന്നാണ് സലഫുകളൊക്കെ പഠിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ്, ആ ഹുബ്ബ് മുഹമ്മദ് റസൂലുള്ളാഹ് ശരിയാവാൻ ശുറൂത്തായി പല പണ്ഡിതന്മാരും കിതാബുകളിൽ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അഖീദയുടെ ഗ്രന്ഥത്തിൽ
മുഹമ്മദ് റസൂലുള്ളാഹ് ശരിയാവണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഷർത്ത് നിബന്ധനകൾ വിശദീകരിക്കുമ്പോൾ അതിൽപ്പെട്ട ഒരു നിബന്ധനയെ അദ്ദേഹം പറഞ്ഞത് മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അശദ്ദു മിൻ മഹബ്ബത്തിൻ നഫ്സി വൽ മാലി വൽ വലദി വൽ വാലിദി വന്നാസി അജ്മഈൻ എന്ന, അത് സ്വന്തം നഫ്സിനേക്കാളും സമ്പത്തിനേക്കാളും സന്താനത്തെക്കാളും മാതാപിതാക്കളെക്കാളും ലോകത്തുള്ള എല്ലാത്തിനേക്കാളും ഹുബ്ബ് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിരിക്കണം. അത് എങ്ങനെയാണ് ഈ ഇഷ്ടം കാണിക്കുക എന്ന് പറഞ്ഞാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം കാണിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ചര്യകൾ അത് ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് അതിലൊരു വലിയൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം കാര്യങ്ങൾ ഒരു മുസ്ലിമിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ, എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് അവൻ അകന്നു നിൽക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ടോ, ആ കാര്യങ്ങളെല്ലാം തന്റെ ജീവിതത്തിൽ കണിശമായി പുലർത്തുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബിൽപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും, നബിയെ പറയുക, നിങ്ങളുടെ വാപ്പമാർ, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ സഹോദരന്മാർ, വഅസ്വാജുകും നിങ്ങളുടെ ഇണകൾ, വഅശീറത്തുകും നിങ്ങളുടെ ബന്ധുക്കൾ കുടുംബക്കാർ, വഅംവാലുൻ ധനവും, എങ്ങനത്തെ ധന, ഇഖ്തറഫ്തുമുഹാ നിങ്ങൾ സമ്പാദിച്ചതായ ധനവും, വതിജാറത്തുൻ കച്ചവടം, തഖ്ശൗന കസാദഹ അതിന്റെ കുറവ് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് അങ്ങനെയുള്ളതായ കച്ചവടവും, വമസാകിനു പാർപ്പിടങ്ങൾ താമസ സ്ഥലങ്ങൾ, തർദൗനഹ നിങ്ങൾ തൃപ്തിപ്പെടുന്ന പാർപ്പിടങ്ങളുമെല്ലാം, അഹബ്ബ ഇലൈക്കും അതാണ് നിങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടമെങ്കിൽ, ഈ പറഞ്ഞ കാര്യമാണ് നിങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടമെങ്കിൽ, മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ, അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ, അല്ലാഹുവിനേക്കാൾ ഏറ്റവും ഇഷ്ടം ഈ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുകയാണ്, ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി ഫതറബ്ബസു അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക, അല്ലാഹുവിന്റെ കൽപ്പന നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് വരെ, അഥവാ അല്ലാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക, നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ ഫാസിഖീങ്ങളായ ഖൗമിനെ അല്ലാഹു ഹിദായത്തിലാക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അല്ലാഹു വളരെ ഗൗരവത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും അല്ലാഹുവിനേക്കാളും ഒക്കെ സ്വന്തത്തെയോ മറ്റുള്ള എന്തിനെയോ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ വലിയ ശിക്ഷ അവൻ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറിൽ അല്ലമ സഅദി റഹ്മഹുല്ലാഹ് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം, എങ്ങനെയാണ് ഒരാളെ തിരിച്ചറിയുക, അവൻ അള്ളാഹുവോടാണോ അള്ളാഹുവിന്റെ റസൂലിനോടാണോ അതല്ല സ്വന്തത്തോടാണോ സ്വന്തം ഇച്ഛകൾക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് അവൻ മനസ്സിലാക്കാൻ മഹാനായ അല്ലാമ സഅദി റഹ്മഹുല്ലാഹ് അതിന്റെ ശറഹിൽ വിശദീകരിക്കുന്നത് കാണാം. ഒരു രണ്ട് കാര്യങ്ങൾ അവന്റെ മേൽ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. അതിലൊന്ന് അള്ളാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, അതിൽ അവന്റെ ഇച്ഛകൾക്ക് അവന്റെ മനസ്സിന് അതിൽ സ്ഥാനമില്ല. അതേപോലെ തന്നെ മറ്റൊരു കാര്യം അവൻ ഇഷ്ടപ്പെടുന്നതാണ്, അവൻ മോഹിക്കുന്ന ഒരു കാര്യവുമാണ്. പക്ഷേ അള്ളാഹുവോടും അവന്റെ റസൂലിനുള്ള ഹുബ്ബ് കൊണ്ട് അവൻ അത് ഒഴിവാക്കും. എന്നാൽ അദ്ദേഹം പറയുകയാണ്, ഒരാൾ തന്റെ നഫ്സ് ഇച്ഛിക്കുന്ന കാര്യം, തന്റെ നഫ്സ് ഇഷ്ടപ്പെടുന്ന കാര്യത്തിനാണ് മുൻഗണന കൊടുക്കുന്നതെങ്കിൽ അലമാ യുഹിബ്ബുഹുല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഒന്നിനേക്കാളും അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും ഇഷ്ടം പരിഗണിക്കാതെ അതിനേക്കാൾ തന്റെ നഫ്സ് ഇച്ഛിക്കുന്ന അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടാത്ത കാര്യത്തിനാണ് ഒരാൾ മുൻഗണന കൊടുക്കുന്നതെങ്കിൽ ദല്ല ദാലിക അലാ അന്നഹു സാലിം ആ കാര്യം അറിയിക്കുന്നത് അവൻ സാലിമാണെന്നാണ്. താരിഖുൽ ലിമാ യജിബു അലൈഹി അവന്റെ മേൽ നിർബന്ധമായ അള്ളാഹും അവന്റെ റസൂലും ഇഷ്ടപ്പെട്ട കാര്യം അതിനെ ഒഴിവാക്കി വുജൂബിനെ ഒഴിവാക്കിയവനാണാകുന്നു എന്ന്
മഹാനായ അസ്സഅദി റഹ്മഹുള്ള വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ നമ്മളെല്ലാവരും തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ മനസ്സിന് തോന്നുന്ന കാര്യവും നമ്മുടെ അടുക്കലുണ്ട്. എങ്കിൽ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന കാര്യത്തിനാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നമ്മൾ അങ്ങനെ താരതമ്യം ചെയ്ത് നോക്കുക. പല ആളുകളും ആ കാര്യത്തിൽ വീഴ്ച വരുത്തുന്നവരാണ്. നമ്മുടെ സ്വഭാവം, നമ്മുടെ വേഷം, നമ്മുടെ രൂപം, നമ്മുടെ ഓരോ കാര്യങ്ങളും, ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെട്ട കാര്യത്തിനാണോ നമ്മൾ മുൻഗണന കൊടുക്കുന്നത്? അതല്ല, ചില സന്ദർഭങ്ങളിലൊക്കെ അത് ഞാൻ ഇഷ്ടപ്പെടാതെ എന്റെ മനസ്സിന് പിശാചിട്ട് തരുന്ന ആ ഇച്ഛക്കനുസരിച്ചാണോ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും വിചാരണ ചെയ്യേണ്ടതുണ്ട്. അത് ശരിയാകുമ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് പരിപൂർണമാവുകയുള്ളൂ. എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ റസൂൽ വിലക്കിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എങ്കിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബിൽ കുറവ് വരുത്തുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യവും നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമ്മുടെ ഈമാൻ പരിപൂർണമാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അവരുടെ എല്ലാം നമ്മുടെ സ്വന്തത്തെക്കാളും, അഥവാ മുഅ്മിനുകളുടെ സ്വന്തത്തെക്കാളും അവർക്ക് ഏറ്റവും അടുത്തത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ റൗദത്തുൽ മുഹിബ്ബീൻ എന്ന കിതാബിൽ അദ്ദേഹം പറഞ്ഞു, ലാ യതിമ്മു ലഹും മഖാമുൽ ഈമാൻ. ഒരാൾക്ക് ഈമാൻ അതിന്റെ സ്ഥാനം പരിപൂർണമാവുകയില്ല ഹത്താ യകൂന റസൂലു അഹബ്ബ ഇലൈഹിം മിൻ അൻഫുസിഹിം. നമ്മുടെ സ്വന്തത്തെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളിലേക്ക് ഇഷ്ടപ്പെട്ടവനാവണം. എങ്കിൽ മാത്രമേ അവന്റെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. ഫദ്ലൻ അൻ അബ്നാഇഹിം വ ആബാഇഹിം. അതവരുടെ വാപ്പയായാലും ശരി, മക്കളായാലും ശരി, അവരെക്കാളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്ത്, സ്നേഹം നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യം സലാസുൻ, 3 കാര്യങ്ങൾ. മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. അതിൽ ആ 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അവൻ ഈമാനിന്റെ ഹലാവത്ത് അവനിലുണ്ട് എന്നാണ്. എന്താണ് ഈമാനിന്റെ ഹലാവത്ത്, മാധുര്യം എന്ന് പറഞ്ഞ ശാരിഹ്യങ്ങൾ വിശദീകരിച്ചു. അഥവാ ഇൻശറഹ സദ്റുഹു ലിൽ ഈമാൻ. ഒരാൾക്ക് ഈമാൻ കാരണത്താൽ അവന്റെ ഹൃദയത്തിന് ലഭിക്കുന്ന ഒരു വിശാലത, അവന്റെ ഹൃദയം വിശാലമാവലാണ്. വതലദ്ദദ ബിത്വാഅ. അല്ലാഹുവെ അനുസരിച്ചു കൊണ്ടുള്ള അവന്റെ ആസ്വാദനം, ജീവിതത്തിൽ അവന് ലഭിക്കുന്ന അനുഗ്രഹം. അതേപോലെ തന്നെ വതഹമ്മലൽ മശാഖ ഫിദ്ദീൻ. ദീനിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ സഹിക്കാനുള്ള കഴിവ്. ഈ കാര്യങ്ങളാണ്, ഇതൊക്കെ ഈ പറഞ്ഞ 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ പറഞ്ഞ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹൃദയവിശാലത, ദീനിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ, അതേപോലെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാനുള്ള വലിയൊരു ഭാഗ്യം ഈ ആളുകൾക്ക് ഉണ്ടാവുകയുള്ളൂ. ആരാണവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹുവും അവന്റെ റസൂലുമായിരിക്കും മറ്റുള്ളവരെക്കാൾ അവനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. നമുക്കറിയാം, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച കാര്യമാണ്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വാസികളായ ആളുകൾ ഹുബ്ബിന്റെ, ഇഷ്ടത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവോട് ഏറ്റവും നന്നായി ഇഷ്ടം വെക്കുന്നവരാണ്. അത് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ സ്നേഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് അനിവാര്യമാക്കി തീർക്കുന്ന ഒരു കാര്യമാണ് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടുന്നത്. കാരണം എന്താ? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാൻ കൽപ്പിച്ച വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അവൻ അള്ളാഹുവേയും ഇഷ്ടപ്പെട്ടു എന്ന് സലഫുകൾ ഇതിൽ വിശദീകരിച്ച് കാണാൻ സാധിക്കും. അപ്പൊ ഒന്നാമത്തെ ഒരാൾക്ക് ഈമാനിന്റെ മാധുര്യം അഥവാ ഹൃദയവിശാലതയും പ്രയാസങ്ങൾ സഹിക്കാനുമുള്ള ഒരു തൗഫീക്ക് അവന് ലഭിക്കുക ലോകത്തുള്ള എല്ലാവരെക്കാളും അള്ളാഹും അവന്റെ റസൂലും അവന് ഇഷ്ടക്കാരനാകുമ്പോഴാണ്.
അതേപോലെ തന്നെ അവൻ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഏത് വിഷയത്തിൽ അവൻ ഇഷ്ടപ്പെടുന്നത്? ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയാണ് അവൻ ഇഷ്ടപ്പെടുന്നത്, അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. നല്ലത് ചെയ്യുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ചെയ്താൽ അവനെ ഇഷ്ടപ്പെടും, അല്ലാത്തത് അള്ളാഹുവിന് ഇഷ്ടക്കേടുള്ളത് ചെയ്താൽ അവനോട് വെറുപ്പുണ്ടാകും, അവനെ ഉപദേശിക്കും. ഈ നിലക്കുള്ളൊരു ബന്ധം. അതേപോലെ തന്നെ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ കുഫറിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഏറ്റവും വലിയ പാപം കുഫറാണ്, നരകം ഖാലിദാകുന്ന, നരകത്തിൽ ശാശ്വതനാകുന്ന വലിയൊരു തെറ്റാണ് കുഫർ. ആ കുഫറിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയതിന് ശേഷം ആ കുഫറിലേക്ക് മടങ്ങുന്നത് അവൻ വെറുക്കുക. ഏതുപോലെ? അവനെ നരകത്തിൽ എറിയപ്പെടുന്നത് വെറുക്കുന്നത് പോലെ കുഫറിലേക്ക് വീണ്ടും മടങ്ങുക എന്നുള്ളതിനെ നന്നായി വെറുക്കുന്നവൻ. നമുക്ക് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ മനസ്സിലാക്കാത്തത് കൊണ്ട് സമൂഹത്തിൽ ആളുകൾ ഇന്ന് പല ഇസ്ലാമിനെ വിട്ട് യുക്തിവാദങ്ങളിലേക്കും കുഫറിലേക്കും മുർത്തദ്ദുമായി, അതേപോലെ തന്നെ കാഫറുകളുടെ കൂടെ പോകുന്ന ജീവിതം നയിക്കുന്ന, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്ത എത്രയോ ആളുകളുണ്ട്. എത്ര ഗൗരവമാണ് അവരുടെ കാര്യം. അപ്പൊ ഈ കാര്യങ്ങൾ ഉള്ളവന് ഈ 3 ഗുണങ്ങൾ ഉണ്ടായാൽ അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത്. അതുണ്ടായാൽ അങ്ങനെയുള്ള ഒരു മനുഷ്യന് അവൻ ഹൃദയവിശാലതയും, അതേപോലെ ദീനിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ സബർ ചെയ്യാനും ക്ഷമിക്കാനും, അതേപോലെ അള്ളാഹു അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖും ഇങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ നാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന പേരിൽ പല കാര്യങ്ങളും ആളുകൾ ചെയ്തു കൂട്ടുന്നുണ്ട്. ആളുകൾ വർഷം കൂടുന്തോറും അധപതിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച കാര്യം, കുഫാറുകളുടെ രീതികളെ അതേപോലെ പിൻപറ്റുന്ന ഡാൻസും അതേപോലെയുള്ള സകല തോന്നിവാസങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ പേരിൽ ഇന്ന് ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സഹാബാക്കളും അതേപോലെ തന്നെ താബിഉകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രത്തോളം ഇഷ്ടപ്പെട്ടു, അവരൊക്കെ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചര്യകൾ നിർവഹിക്കാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത് ചെയ്യാതെ, വിരോധിച്ചത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഒരു പ്രത്യേക നിമിഷത്തിൽ, അതും വളരെ ഹറാമായ രൂപത്തിൽ അവർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹങ്ങൾ, അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ സഹാബാക്കളും താബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രത്തോളം ഇഷ്ടപ്പെട്ടു നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത് മുമ്പ്, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറയുകയാണ്, ഇന്നഹു ലം യകുൻ ശഖ്സുൻ അബ്ഗദ ഇലയ്യ മിൻഹു, അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ വെറുപ്പുള്ള ഒരാൾ എനിക്കുണ്ടായിരുന്നില്ല. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഏറ്റവും വെറുപ്പുള്ള വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫലമ്മാ അസ്ലംതു, എന്നാൽ ഞാൻ മുസ്ലിമായി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ലം യകുൻ ശഖ്സുൻ അഹബ്ബ ഇലയ്യ മിൻഹു, മുസ്ലിം ആയതിനു ശേഷം അല്ലാഹുവിന്റെ റസൂലിനെ പോലെ എനിക്കിഷ്ടമുള്ള മറ്റൊരാളുമില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. വലാ അജല്ല ഫീ ഐനയ്യ മിൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഉന്നതനായ മഹത്വനായ ഒരു വ്യക്തി എൻ്റെ ഇരു കണ്ണുകളിലുമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലൗ സുഇൽതു അൻ അസിഫഹു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചെങ്ങാനും ഒന്ന് വർണ്ണിക്കാൻ എന്നോട് ചോദിക്കപ്പെട്ടാൽ, അന്നസിഫഹ ലക്കും, നിങ്ങൾക്ക് വർണ്ണിച്ചു തരാൻ വേണ്ടി എന്നോട് കൽപ്പിക്കപ്പെട്ടാൽ, ലമാ അതഖ്തു, എനിക്കതിന് സാധിക്കുകയില്ല. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ട സഹാബാക്കൾ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബാക്കൾ എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് പല ചരിത്ര സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ ഉർവത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഖുറൈശികളോട് പറയുകയാണ്, യാ ഖൗം, ഖൗമിനെ ജനങ്ങളെ വിളിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലഖദ് വഫത്തു ഇലാ കിസ്റ വഖൈസറ വൽ മുലൂക്, റോമിലെയും പേർഷ്യയിലെയും അവിടെയുള്ള ചക്രവർത്തിമാരുടെ അടുക്കലേക്കും
അതല്ലാത്ത രാജാക്കന്മാരുടെ അടുക്കലേക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പക്ഷേ ഫമാ റഅയ്തു മലികൻ യുഅസ്സിമുഹു അസ്ഹാബുഹു, പക്ഷെ അവിടെയൊന്നും അവിടെയുള്ള രാജാക്കന്മാരെ അവരുടെ അനുയായികൾ മഹത്വപ്പെടുത്തുന്നത് കണ്ടിട്ടില്ല. മാ യുഅസ്സിമു അസ്ഹാബു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്ഹാബുകൾ, അനുയായികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കുന്ന ബഹുമാനം, ആ ഒരു ബഹുമാനം ഒരു രാജാക്കന്മാരോടും അവരുടെ അനുയായികൾ കാണിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം സത്യം ചെയ്തു പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ യുഹിദ്ദൂന അൻ-നസറ ഇലൈഹി, അവർ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ ഒരു തുറിച്ചു നോട്ടം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് നോക്കുകയില്ലായിരുന്നു. എന്തുകൊണ്ടാ? തഅസീമൻ ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനമുള്ളത് കൊണ്ടാ, ബഹുമാനിക്കുന്നതിന് വേണ്ടി ഒരു തുറിച്ചു നോട്ടം പോലും അവർ നോക്കുകയില്ലായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വമാ തനഖമ നുഖാമതൻ ഇല്ലാ വഖഅത് ഫീ കഫി റജുലിൻ മിൻഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തുപ്പുക അല്ലെ കഫം വിടുക ചെയ്യുകയാണെങ്കിൽ പോലും അത് കൂടെയുള്ള ആളുകളുടെ ആരെങ്കിലും കയ്യിലേക്കായിരിക്കും. എന്നിട്ട് ആ കഫം കൊണ്ട് ഫയദ്ലുകു ബിഹാ വജ്ഹഹു വസദ്റഹു, സഹാബാക്കൾ അവരുടെ നെഞ്ചിലും മുഖത്തും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുപ്പുനീരും കഫവും കൊണ്ട് അവർ തടവുമായിരുന്നു എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഇദാ തവദ്ദഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങാനും വുദൂ ചെയ്യുകയാണെങ്കിൽ കാദൂ യഖ്തതിലൂന അലാ വദൂഇ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുദൂ എടുത്തു കഴിഞ്ഞാൽ വെള്ളം ഒന്ന് ലഭിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നത് പോലെ അവർ മത്സരിക്കുമായിരുന്നു എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരും കഫവും ഒക്കെ അവർ മുഖത്തും നെഞ്ചത്തും തടവി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്തെടുക്കലാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകമായതാണ്. എന്നാൽ പിൽക്കാലത്ത് പല ആളുകളും പല നിൽക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും യാതൊരു അടിസ്ഥാനവുമില്ലാത്തതാണ്. സഹാബാക്കളെ വെച്ച് പോലും ആരും ആ രീതിയിൽ ചെയ്തിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുള്ള ബർക്കത്തെടുക്കലാണ് അവർ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതാണ്. അപ്പൊ അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഇഷ്ടപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അൽ ഖാദി ഇയാദ് റഹ്മഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ നബി മരിച്ചതിന് ശേഷം എന്തായിരുന്നു അവരുടെ അവസ്ഥ? അദ്ദേഹം പറയുകയാണ്, കാന അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ അവസ്ഥ എന്താ? ലാ യസ്കുറൂനഹു ഇല്ലാ ഖശഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർക്ക് ഓർക്കുകയാണെങ്കിൽ ഓർക്കുമ്പോൾ അവർ നല്ല ഖുശൂ ഉള്ളവരായിരിക്കും. വഖ്ശഅറത് ജുലൂദുഹും, അവരുടെ തൊലികൾ വിറക്കുമായിരുന്നു. വബകൗ, അവർ കരയുമായിരുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥ നിലയ്ക്ക് ചര്യ പിൻപറ്റി ജീവിച്ച സഹാബാക്കളുടെ സ്നേഹം. എന്നാൽ ഇന്നുള്ള ആളുകളോ കരച്ചില് പോയിട്ട് അട്ടഹാസങ്ങളും തമാശകളും ചിരികളുമായി തുള്ളിച്ചാടി ഡാൻസ് കളിക്കുന്ന ഒരു കൗമാൻ. അതൊരു സ്നേഹവുമല്ല, വെറും തോന്നിവാസവും ബിദ്അത്തുമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മഹാനായ ഇമാം മാലിക് റഹ്മഹുള്ളയെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. ഇമാം മാലിക് റഹ്മഹുള്ളയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയപ്പെട്ടാൽ ഇമാം മാലിക് റഹ്മഹുള്ളയുടെ നിറം ആകെ മാറും. അദ്ദേഹം തല കുനിക്കും. അങ്ങനെ അദ്ദേഹം കരയുമെന്നാണ്. അടുത്തുള്ള അനുയായികൾക്ക് പ്രയാസമുണ്ടാകുന്നത് വരെ അദ്ദേഹം അങ്ങനെ കരയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഓർത്തിട്ട്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫഖാല, ഇമാം മാലിക് റഹ്മഹുള്ള പറഞ്ഞു, ലൗ റഅയ്തും മാ റഅയ്തു ലമാ അൻകർതും അലയ്യ മാ തറൗൻ, ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ കണ്ട എന്റെ അവസ്ഥയെ നിങ്ങൾ എതിർക്കുകയില്ലായിരുന്നു എന്ന് ഇമാം മാലിക് റഹ്മഹുള്ള പറയുകയാണ്. എന്നിട്ട് ഇമാം മാലിക് റഹ്മഹുള്ള വിശദീകരിച്ചു കൊടുക്കുകയാണ്, ലഖദ് കുൻതു അറാ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹ്മഹുല്ലാഹ്. ഇമാം മാലിക് റഹ്മഹുള്ള എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായ മുവത്ത എന്ന ഹദീസുകൾ സമാഹരിച്ച മഹാപണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹ്മഹുള്ളയുടെ അടുക്കലേക്ക് ചെന്നു. അദ്ദേഹത്തെ ഞാൻ കണ്ടു. വകാന സയ്യിദൽ ഖുറാ, ആരാണ് മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ എന്ന് പറഞ്ഞ? ഖാരിഈങ്ങളുടെ ഖിറാഅത്തിന്റെ സയ്യിദാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ലാ നകാദു നസ്അലുഹു
അൻ ഹദീസിൻ അബദൻ ഇല്ലാ യബ്കി. ഞാൻ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയാൻ, ഞാൻ അദ്ദേഹത്തോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ചോദിക്കുന്ന സന്ദർഭത്തിലൊക്കെ അദ്ദേഹം കരയുമായിരുന്നു എന്നാണ്. മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ കരയുമെന്നായിരുന്നു. അതാണ് സലഫുകളുടെയും താബികളുടെയും സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ജീവിതത്തിൽ പിൻപറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഓർക്കുമ്പോൾ നബിയോടുള്ള മഹബ്ബത്ത് കൊണ്ട് കരഞ്ഞു പോകുന്നവരായിരുന്നു അവർ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുകയാണ്, വലഖദ് കുൻതു അറാ ജഅഫർ ഇബ്നു മുഹമ്മദ്, ജഅഫർ ഇബ്നു മുഹമ്മദ് എന്ന മഹാനെ ഞാൻ കണ്ടു. വകാന കസീറദ് ദുആബ, സാധാരണ അദ്ദേഹം ധാരാളം നല്ല തമാശ പറയുന്ന ആളാണ്. വത്തബസ്സും, നന്നായി പുഞ്ചിരിക്കുന്ന ആളാണ്. പക്ഷേ ഫഇദാ ദുകിറ ഇൻദഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയപ്പെട്ടാൽ ഇസ്ഫറ ലൗനുഹു, അദ്ദേഹത്തിന്റെ നിറം മഞ്ഞയാകും സങ്കടം കൊണ്ട്. ധാരാളം തമാശകളും പുഞ്ചിരിക്കുന്ന മഹാനായ ജഅഫർ ഇബ്നു മുഹമ്മദ് റഹ്മഹുല്ലാഹ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന വിഷമവും സ്നേഹവുമാണ് അതിലൂടെ മനസ്സിലാകുന്നത്. എന്നിട്ട് ഇമാം മാലിക് റഹ്മഹുല്ലാഹ് പറയുകയാണ്, വമാ റഅയ്തുഹു യുഹദ്ദിസു അൻ റസൂലില്ലാഹ് ഇല്ലാ അലാ തഹറ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് പറയുകയാണെങ്കിൽ ആ പറയുമ്പോഴൊക്കെ അദ്ദേഹം തഹാറത്തിലായിരിക്കും, വുദൂഓടുകൂടിയേ പറയുകയുള്ളൂ. അത്രക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ചര്യയെയും പിൻപറ്റി മഹബ്ബത്ത് കാണിച്ചവരായിരുന്നു സ്വഹാബാക്കളും താബീങ്ങളും. ഈ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മഹബ്ബത്ത് കാണിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടോ, ഒരു നമ്മുടെ ഇച്ഛക്ക് അത് യോജിക്കുന്നില്ല എന്ന് നോക്കാതെ അത് ജീവിതത്തിൽ പകർത്തുക. ആരെന്ത് പറഞ്ഞാലും ജീവിതത്തിൽ പകർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഓർക്കുമ്പോൾ കരഞ്ഞു പോകുന്ന സഹാബാക്കളും താബികളും അവരുടെ അവസ്ഥയും ഇന്ന് നമ്മൾ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഘോഷയാത്രകളും തോന്നിവാസങ്ങളും എടുത്തു നോക്കുക. ഇസ്ലാമിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്തിനോട് 1% പോലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അത്രക്കും വലിയ ഗുരുതരമായ ബിദ്അത്താണ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബിദ്അത്തുകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബാക്കളും താബികളും ഇഷ്ടപ്പെട്ട രൂപമാണ് നമ്മൾ ഹദീസുകളിലൂടെയും ചരിത്രങ്ങളുടെയും മനസ്സിലാക്കി. ധാരാളം സംഭവങ്ങൾ, പല സഹാബാക്കളുടെ ഖൗലുകളും ധാരാളക്കണക്കിന് ഹദീസുകളിലും ചരിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇനി സഹാബാക്കളും താബികളും മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുബ്ബ് കാണിച്ചത് നിർജീവ വസ്തുക്കൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം കാണിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അന്ന ഇംറഅതൻ മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട ഒരു സ്ത്രീ, ഖാലത്ത്, ആ സ്ത്രീ വന്ന് ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലാ അജ്അലു ലക ശൈഅൻ തഖഉദു അലൈഹി, താങ്കൾക്ക് ഇരിക്കാൻ അഥവാ മിമ്പറായിട്ട് ഒരു സാധനം നമ്മൾ നൽകട്ടെയോ എന്ന് ചോദിച്ചു. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, ഫഇന്ന ലീ ഗുലാമൻ നജ്ജാറൻ, എനിക്കൊരു ആശാരിയായ ഒരു കുട്ടിയുണ്ട്, അതുകൊണ്ട് ഞാൻ താങ്കൾക്ക് മിമ്പറായിട്ടൊരു സാധനം നൽകട്ടെയോ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇൻശിഅ്തി, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ ചെയ്തോ എന്ന് നിനക്ക് പറഞ്ഞു. അങ്ങനെ ഖാല, ജാബിർ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഅമിലത് ലഹുൽ മിമ്പർ, ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മിമ്പർ പണിതു കൊടുത്തു. അങ്ങനെ ഫലമ്മാ കാന യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമായി, ഖഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മിമ്പർ അല്ലദീ സുനിഅ, നബിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട മിമ്പറിന്മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. ആ സമയത്ത് ഫസാഹത്തിൻ നഖ്ല, അവിടെ ഉണ്ടായിരുന്ന ഈത്തപ്പനത്തടി കരഞ്ഞു എന്നാണ്. ഫസാഹത്തിൻ നഖ്ല, അവിടെ ഉണ്ടായിരുന്ന ഈത്തപ്പനത്തടി അത് അട്ടഹസിച്ചു, സൗണ്ട് ഉണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മുമ്പേ ചാരി നിന്നിരുന്ന ഒരു ഈത്തപ്പനത്തടി ഉണ്ടായിരുന്നു, അത് സൗണ്ട് ഉണ്ടാക്കി. അല്ലത്തി കാന യഖ്തുബു ഇൻദഹാ, അതിന്റെ അടുക്കൽ അതിൽ ചാരി നിന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറഞ്ഞിരുന്നത്.
അപ്പോ പുതിയ മിമ്പർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചപ്പോ അത് ശബ്ദമുണ്ടാക്കി എന്നാണ്, അട്ടഹസിച്ചു എന്നാണ്. അങ്ങനെ നബി ഹത്താ ഖാദത്ത് തൻഷഖു, പിളർന്നു പോകുമാർ. അങ്ങനെ ഫനസല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്നു. ഹത്താ അഖദഹാ, ഈത്തപ്പനത്തടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു. ഫതമ്മഹാ ഇലൈഹി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത് വെച്ചു. ആ ചേർത്ത് വെച്ചപ്പോ ആ ഈത്തപ്പനത്തടി നഖ്ല ഫജഅലത് തഇന്നു അനീന സ്വബി, ചെറിയ കുട്ടി തേങ്ങിക്കരയുന്നത് പോലെ കരയാൻ തുടങ്ങിയെന്നാണ്. ഇത് ഹദീസുകൾ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ വന്ന സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസാത്തിൽപ്പെട്ടതാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആഗ്രഹം കൊണ്ടാണ് അത് കരഞ്ഞു പോയത്. അതിനെ മാറ്റി പുതിയ മിമ്പർ സ്വീകരിച്ചപ്പോ അതങ്ങ് കരഞ്ഞുപോയി എന്നാണ്. ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ മുഅ്ജിസാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൽ ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുന്നത് കാണാം. ഒരു സംഭവം അംർ ഇബ്നു സവ്വാദ് റഹ്മഹുല്ലാ പറയുകയാണ്, ഖാല ലി ഇമാം ഷാഫി, ഇമാം ഷാഫി റഹ്മഹുല്ലാ എന്നോട് പറഞ്ഞു, മാ അത്തല്ലാഹു നബിയ്യൻ മാ ഉഅതിയ മുഹമ്മദുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയതുപോലെ മറ്റൊരു നബിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഫഖുൽതു ലഹു, ഞാൻ ഇമാം ഷാഫി റഹ്മഹുല്ലയോട് ചോദിച്ചു, അതാ ഈസാ നബി അലൈഹിസ്സലാം ഇഹ്യാ അൽ മൗത, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഈസാ നബി അലൈഹിസ്സലാമിന് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് നൽകിയിട്ടില്ല എന്ന് ചോദിച്ചു. അപ്പൊ ഇമാം ഷാഫി റഹ്മഹുല്ല മറുപടി പറഞ്ഞു, അതാ മുഹമ്മദൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിസ്അ, ഒരു ഈത്തപ്പന, ഒരു മരം, ഒരു തടി നൽകിയിട്ടുണ്ട്. അല്ലദീ, എങ്ങനത്തതാണത്, കാന യഖ്തുബു ഇലാ ജംബിഹി, അതിന്റെ അടുത്തുനിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ പറയാറുള്ളത്. അങ്ങനെ ഹത്താ ഹുയ്യ ലഹുൽ മിമ്പർ ഫലമ്മാ ഹുയ്യ ലഹു മിമ്പറു ഹന്നൽ ജിസ്ഉ ഹത്താ സുമിഅ സൗതുഹു എന്ന് ആ സംഭവം അങ്ങ് വിശദീകരിച്ചു കൊടുക്കുകയാണ്. പുതിയൊരു മിമ്പർ തയ്യാറാക്കി കൊടുക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഈത്തപ്പന തടിയുടെ അടുത്തു നിന്നായിരുന്നു ഖുതുബ പറഞ്ഞിരുന്നത്. അങ്ങനെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ മിമ്പർ കൊണ്ടുവന്നപ്പോ ആ ഈ ഈത്തപ്പനത്തടി കരഞ്ഞു എന്നാണ്. ഈ സംഭവമാകുന്നത് ഫഹാദ അക്ബറു മിൻ ദാലിക്, ഈസാ നബി അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളതിനേക്കാളും വലുതാണ് എന്ന് ഇമാം ഷാഫി റഹ്മഹുല്ല പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ഉദ്ധരിച്ചുകൊണ്ടാണ് മഹാനായ അൽ ഹസനുൽ ബസ്രി റഹ്മഹുല്ല പറഞ്ഞത്, യാ മാശറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ, അൽ ഖശബത്തു തഹിന്നു ഇലാ റസൂലില്ലാഹ് ഷൗഖൻ ഇലാ ലിഖാഇഹി, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടുമുട്ടാനുള്ള കൊതി കാരണത്താൽ ഒരു മരത്തടി അത് സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ആഗ്രഹം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫഅൻതും അഹഖു അൻ തസ്താഖു ഇലൈഹി, അതിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആഗ്രഹം കാണിക്കാനും സ്നേഹം കാണിക്കാനും നിങ്ങളാണ് അർഹർ. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മഹാനായ അൽ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞ ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബാക്കളും താബികളും നിർജീവ വസ്തുക്കൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിച്ച സ്നേഹം ഈ രീതിയിലാണ്. അപ്പൊ ഈ രീതിയിലാണ് നാം മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനെ ക്രൈസ്തവർ പുകഴ്ത്തതുപോലെ എന്നെ നിങ്ങൾ പുകഴ്ത്തരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ട ബിദ്അത്ത് ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. പല ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദറജ ഉയർത്തി ഉലൂഹിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയെത്തി. അള്ളാഹുവിന് നൽകേണ്ട ഹക്ക് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ നൂനിയയിൽ പറഞ്ഞു, ലില്ലാഹി ഹഖ്ഖുൻ ലാ യകൂനു ലിഗൈരിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഹക്കുകളുണ്ട്, കടമകളുണ്ട്. അത് മറ്റുള്ളവർക്ക് അത് വകവെച്ചു കൊടുക്കാൻ പാടില്ല. വലി അബ്ദിഹി, അല്ലാഹുവിന്റെ അടിമകൾക്ക് ഹക്കുണ്ട്. ഹുമാ ഹഖാനി, ആ രണ്ട് അവകാശങ്ങളും രണ്ട് ഹക്കുകളും വേറെ വേറെയാണ്. ലാ തജഅലുൽ ഹഖൈനി ഹഖൻ വാഹിദാ, അല്ലാഹുവോടുള്ള കടമകളും സൃഷ്ടികളോടുള്ള കടമകളും രണ്ടും നിങ്ങൾ ഒന്നാക്കരുത്. മിൻ ഗൈരി തംയീസിൻ വലാ ഫുർഖാനി, ഒരു വ്യത്യാസവുമില്ലാതെ അല്ലാഹുവിനോടുള്ള കടമകൾ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുക എന്ന ഒരു സ്വഭാവത്തിലേക്ക് നിങ്ങൾ നീങ്ങരുതെന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നൂനിയയിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരന്മാരെ, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള യഥാർത്ഥ സ്നേഹം എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആ രീതിയിൽ നമ്മളും
അത് ആ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ തയ്യാറാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം കാര്യം പഠിപ്പിച്ചിട്ടുണ്ടോ ഒരു കാര്യത്തോടും വിയോജിപ്പില്ലാതെ അതേപടി നമ്മുടെ മനസ്സിന്റെ ഇച്ഛക്കനുസരിച്ച് തട്ടിച്ചു നോക്കാതെ അത് നമ്മൾ സ്വീകരിക്കണം. അങ്ങനെയാണ് ഒരു മുസ്ലിമിന്റെ നിലപാട്. അതാണ് യഥാർത്ഥ ഹുബ്ബുൻ നബി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ ആളുകളായി ജീവിക്കാനും ഹക്കിൽ അടിയുറച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وآله وصحبه وسلم.